ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാനും ഹസ്ബൻഡും മോനും കൂടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ നെട്ട എന്ന സ്ഥലത്തെ സുഭദ്രാമ്മച്ചി നടത്തുന്ന അക്ഷയപാത്ര എന്ന ഹോട്ടലിലേക്കാണ് പോയത്. ഇവിടുത്തെ ഏറ്റവും പേര് കേട്ട ഒന്നാണ് സുഭദ്രാമ്മച്ചിയുടെ ഉച്ചയൂണ്. പഴയ അക്ഷയപാത്രം ഒരു ചെറിയൊരു തരം ആൾക്കാരൊക്കെ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തായിരുന്നു. അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് നല്ല രീതിയിൽ കുറച്ച് പേർക്കൊക്കെ ഇരിക്കുന്ന രീതിയിലൊരു ഹോട്ടൽ ഉണ്ടാക്കിയവരോട്. എന്നിട്ട് ആ പേര് അക്ഷയപാത്രം എന്നുള്ള ഹോട്ടലിൻ്റെ പേര് തന്നെയാണ് അവിടെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ 1 മണിക്ക് തുറക്കത്തുള്ളൂ, അതുവരെ അടച്ചിട്ടേക്കും. ആ സമയം എല്ലാം റെഡിയാക്കി ഫുഡും എല്ലാം ഉണ്ടാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് അകത്താണ് മീൻ പൊരിക്കുന്നത്. പുറത്ത് അവിടെ വേവിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. മീൻ മുറിക്കുന്നത് പോലും പുറത്ത് സ്ഥലത്ത് വെച്ചാൽ ഇവിടെ ഒരു സ്മെല്ല ഒന്നുമില്ല, ഈച്ച പോലും ഇല്ല അതിനകത്ത്. അപ്പോൾ 1 മണിക്ക് ഒരാളിന് ആദ്യം അവർ നമ്മൾ കൈനീട്ടം കൊടുക്കുന്ന ഒരു പയ്യനെ ആദ്യം അങ്ങ് അകത്ത് കയറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരെയും അവർ കയറ്റിയിരുത്തി. എന്നിട്ട് അവർ പ്രാർത്ഥനയുണ്ട് അവർക്ക്, ദേവിയെടുത്തും ദേവൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് മാത്രമേ ഫുഡ് വിളമ്പത്തുള്ളൂ. എന്താ പറയുക, ഇത് കട്ട്ള മീനിൻ്റെ തലയാണ്, നെയ്ക്കട്ട്ള. നല്ല അതിന് നെയ്യുണ്ട്, പക്ഷെ നല്ല കറിയാണ് ഇത്. മണമുള്ള മുളകിട്ടാണ് അതിനകത്ത് ചേർത്ത് കറിക്ക് ഇട്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പച്ചമുളകിലെ ചേർക്കുന്ന മലക്കറി മുളകിൻ്റെ ഇതല്ല, മണമുള്ള മുളക്. അതിന് എന്തൊക്കെ പേരുകൾ പറയും, നമ്മളൊക്കെ മണമുള്ള മുളകെന്ന് പറയാം, നാടൻ മുളക് എന്നൊക്കെ പറയും. പിന്നെ മീനിൻ്റെ വയറിൻ്റെ ഭാഗങ്ങളെല്ലാം കണ്ടിച്ചിട്ടിട്ട് ഒരു കറി, അതും മണമുള്ള മുളകാണ്. പിന്നെ മോര് കറി, അതും മണമുള്ള മുളകാണ് അതിൽ ചേർത്തിരിക്കുന്നത്. കപ്പ, എല്ലാത്തിലും മണമുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്, നാടൻ മുളക്. പയർ തോരൻ, അവിയൽ, ചമ്മന്തി, തീയൽ, ബീട്രൂട്ട് പച്ചടി, അല്ലാത്ത പച്ചടി, വെള്ളരിക്ക പച്ചടി, ഇഞ്ചിക്കറി, പിന്നെ നാടൻ ചിക്കൻ്റെ പെരട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞു, ഉള്ളിയൊക്കെ ഇട്ടായിരുന്നു, അത് കഴിച്ചിട്ട്. പിന്നെ ഒരു കട്ട്ലയുടെ ഒരു പീസ് പൊരിച്ചത് ഫ്രീ ആയിട്ട് തരും. പിന്നെ ഇത് സാലഡും. ആവശ്യമുള്ള നമുക്ക് ചോറ് എന്തുമാത്രം കഴിക്കുന്ന അത്രയും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങളൊരു തലയും വാങ്ങിച്ച് ഒരു വലിയൊരു കട്ട്ള മീൻ്റെ ഫിഷ് ഡാമാണ്, അതും കൂടെ വാങ്ങിച്ച് പൊരിച്ചത് വാങ്ങിച്ച്. അത് ഞങ്ങൾ അതിന് പ്രത്യേകം കാശ് കൊടുക്കണം. ഇത് 150 രൂപ, ഒരാൾക്ക് 150 രൂപ. ഇത് കഴിഞ്ഞ് നമ്മൾ തന്നെ വേണം ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയാൻ. ഇത് ഇവർ വെളിയിലിറങ്ങി നിൽക്കും, നമ്മളെല്ലാം കഴിച്ചിട്ടിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ. എന്നിട്ട് കാശെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ആൾക്കാർ ക്യൂവിൽ നിൽക്കുക. അവിടെ എല്ലാം ആൾക്കാർ നിൽക്കുന്നുണ്ടോ, അത്രയും ഇനി ആൾക്കാർ അതിനകത്ത് കയറ്റണം. 7 മണി, രാത്രി 7 മണി വരെ അവർക്ക് ഇതേപോലെ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇറങ്ങി.